മണലൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം സി രവീന്ദ്രനാഥ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. ചന്ദ്രൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ഈ കർഷക ദിനത്തിന്റെ ഉദ്ഘാടനമായിട്ടുള്ള ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ആശംസിക്കുന്നത് കർഷക ദിനം 2026 മുൻ വിദ്യാഭ്യാസ മന്ത്രിയും രവീന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. കർഷക ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷിയെ ആസ്പദമാക്കിയാണ് സമ്പദ് വ്യവസ്ഥ ഒരുപാടൊക്കെ പക്ഷേ വലിയ മാറ്റം ലോകത്ത് നടക്കുക ഭൂകമ്പം, മണ്ണിടിച്ചിൽ, ഇതൊക്കെ നിത്യസംഭവമായിട്ടുള്ള പ്രവർത്തകർ കൃഷിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് ഭാവി സമൂഹത്തെ രക്ഷിക്കാൻ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കണം തിരിച്ചറിവാണ്. പക്ഷെ ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നു ഇനി ലോകത്തിന് നിൽക്കാൻ കാർബൺ ന്യൂട്രൽ മണലൂർ എന്ന ഒരു ആശയം ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് എഴുതി വെച്ചോളൂ, ലോകത്തിന് ഒരു മാതൃകയായിട്ട് മാറും. ഒരു സംശയം എനിക്കില്ല. കൃഷിക്ക് പ്രാധാന്യം നൽകി അതിന് പരമാവധി കുറയ്ക്കുക ലോകത്തിൻ്റെ ആവശ്യമാണ്. മണലൂരിൻ്റെ മാത്രമാണ്. അതുകൊണ്ട് ഇത് വിജയിച്ചാൽ ലോകത്തിന് മാതൃകയാണ്. അതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ കുറയ്ക്കുക. അതുകൊണ്ട് ഈ കർഷകരെ ഏറ്റെടുക്കണം. ഇതൊന്നോ രണ്ടോ ആളുടെ പദ്ധതിയായിട്ട് കാണരുത്. തലം എന്നൊരു പദ്ധതി എല്ലാവരും സ്വയം ഏറ്റെടുക്കണം. എൻ്റെ കൂടി പദ്ധതിയാണ് എന്ന് വരണം. ഞാനും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഒരു അഭിമാനമാണ്. അതുപോലെ എന്ന് പറയാൻ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കഴിയുന്ന ആളാണ്. അത്ര പ്രധാനപ്പെട്ട പ്രാധാന്യം ഇവിടെ നൽകുന്നു. ഇപ്പം നമ്മുടെ മുന്നിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു തെങ്ങുണ്ട്. ഓരോ തെങ്ങ് 15 ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നവരാണ്. വലിച്ചെടുക്കുമെന്ന് പറയും. കൃഷിയുടെ പ്രാധാന്യം അവിടെയാണ്. അതിന് ഏറ്റവും അധികം പിന്തുണ, മികച്ച പിന്തുണ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. പാടശേഖരങ്ങളുടെ നാട് നമുക്ക് ഒരു വലിയ മാതൃക ലോകത്തിനെ തീർക്കണം. അതുകൊണ്ട് ഔഷധ സസ്യ കൃഷിക്ക് പ്രാധാന്യം നൽകുക. അതിൻ്റെ കാരണം വരുമാനം ഉണ്ടാവണം എന്നതാണ്. ഉൽപ്പാദിപ്പിച്ചാൽ മതി, അത് തിരിച്ചെടുക്കും നല്ല വലിയ വരുന്നു. കർഷകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മുടെ ഔഷധ സസ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എത്ര വേണം മതി, അതെല്ലാം നല്ല വിലയ്ക്ക് തിരിച്ചെടുക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിന് മാതൃകയാകണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട്, കർഷകരുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ വരുന്ന ആളുകളിൽ ആ ഒരു പൊന്നോണത്തിന് വേണ്ടി ഇന്നത്തെ കർഷക ദിനം എല്ലാ കർഷകരാണ്. മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും ഈ ഒരു ദിനത്തിൽ എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകി പെട്ടെന്ന് തീർക്കുകയാണ്. കാരണം എല്ലാ പഞ്ചായത്തിലും ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടെ ഓടിയെത്തുകയാണ്. ഇന്ന് ഏറ്റവും വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ ആദരിക്കപ്പെടുന്ന കർഷകരാണ്. അവരുടെ വാക്കുകളും അവരുടെ പാടശേഖര സമിതികളുടെ അവരുടെ ആവശ്യങ്ങളും എല്ലാം നമുക്ക് അവരെ അറിയാം. എല്ലാത്തിനും പരിഹാരം അടുത്തതായി മികച്ച നെൽകർഷകൻ അവാർഡ് അർഹനായിരിക്കുന്നത് ശ്രീ പി.ബി. ദിനേശൻ പറത്താട്ടിൽ. അവാർഡ് ഏറ്റുവാങ്ങുന്ന കൃഷിരീതി അവലംബിക്കുന്ന കർഷക. ഈ നിലയിൽ അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീമതി കെ എസ് സ്വപ്ന നെല്ലിപ്പറമ്പിൽ. ശ്രീമതി കെ എസ് സ്വപ്ന നെല്ലിപ്പറമ്പിനെ അവാർഡും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാം സ്ഥാനത്തിന് അർഹയായ ഏഞ്ചൽ റോസ്, സെന്റ് ഇഗ്നേഷ്യസ് സ്കൂൾ, മണലൂർ.
ഏഞ്ചൽ റോസിനെ ഈ വേദിയിലെ സെക്കൻഡ് പൊസിഷൻ നേടിയിട്ടുള്ളത് ഈ ക്വിസ്മസത്തിൽ 2 ഘടകം. 3-ാം സ്ഥാനത്ത് അർഹയായത് ശ്രീഹരി സി ബാബു, SNGHS മണലൂർ വസന്തൻ. കോൺവെന്റ് കണ്ട സംഘടന. 3rd പ്രൈസ് ദേവനന്ദ സെന്റ് തെരേസാസ്. ഈ കുട്ടികൾ 2 പേരുടെയും രക്ഷകരാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് പരീക്ഷ മത്സരം 3-ാം സ്ഥാനം.